ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്ന നേരത്ത് ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഏൺ ചെയ്ത് ക്യാഷ് വിട്ടൊടിക്കാൻ നോക്കുകയാണെങ്കിലോ ഇഷ്ടം പോലെ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് വിട്ടൊടിച്ചെടുക്കാനും പറ്റും. സോ അതുപോലത്തെ ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ പുതിയൊരു ചാനലാണ്. 2K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി മണി ഏണിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷും കാലൊക്കെ ഏൺ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. സോ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 ഓപ്ഷൻസേ ഉള്ളൂ ഏൺ ചെയ്യാനായിട്ട്. വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 2 ഓപ്ഷനാണ് മെയിനായിട്ടും. സിമ്പിളായിട്ട് ഏൺ ചെയ്യാനും പറ്റും, വിട്ടൊടിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോയി നോക്കിയാൽ എല്ലാ കാര്യവും. ലെറ്റ്സ് ഗോ. മച്ചാന്മാരെ, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇത് കണക്ക് ചുമ്മാ റെഫറിൻ്റെ ഓരോ സംഭവങ്ങൾ കാണിക്കുക. ജസ്റ്റ് കുഴപ്പമില്ല, അത് ഓക്കെ അടിച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ സൈനപ്പ് ചെയ്യാനായിട്ട് സൈനപ്പ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും, കണ്ടില്ലേ? ആ ഒരു ഓപ്ഷനിലൂടെ നേരെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കി ഓപ്പൺ ചെയ്ത് രജിസ്ട്രേഷൻ ആണ് ഈ പറയുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക, ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മെയിനായിട്ടൊരു കാര്യം, പാസ്വേഡ് മറക്കരുത്. ഫോർഗോട്ട് അടിക്കാനൊക്കെ കുറച്ച് മെനക്കേടാണ്. സോ പാസ്വേഡ് മറക്കരുത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ സൈനപ്പ് കൊടുക്കുക. സോ നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് 200 പോയിൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് കാണാൻ പറ്റും. 200 പോയിൻറ്റ്സ് നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ സൈഡിലത്തെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യണമെങ്കിലും കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പക്ഷേ അതിൽ 1-2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ മെയിനായിട്ടുള്ളത്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇവിടെ തന്നെ കുറേ ഓപ്ഷൻസ്, സർവേ വാൾ, പ്രൊഫൈൽ സർവേ, ഡെയിലി, ഇപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ സർവേ വാൾ ഓപ്ഷനിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ കണ്ടോ, 300 പോയിൻറ്റ്സിൻ്റെ ഒരു സർവേ വന്നിട്ടുണ്ട്. അതായത് ആ ഒരു സർവേ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, പിന്നെ ഇതിനകത്തൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആ ഒരു സർവേ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്, നേരെ ക്ലിക്ക് ചെയ്യുവാണ്. സോ അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ തന്നെ ആദ്യം അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സിറ്റി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന മിക്കവാറും കേരളത്തിലുള്ളവരായിരിക്കും. ആൻഡ് നിങ്ങളിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ സിറ്റി ചോദിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇൻക്ലൂഡിങ് ഇനി കേരള എന്ന് പോലും കൊടുത്തിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അങ്ങ് സർവേ കംപ്ലീറ്റ് ആക്കണം. ഏതെങ്കിലും ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കണം ഏത് സിറ്റി ആയിരുന്നു. ആ ഒരു സിറ്റി സെലക്ട് ചെയ്തിട്ട് അങ്ങ് സർവേ കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അതിന് പകരം ഒതർ ഓപ്ഷൻ കൊടുത്തിട്ട് കേരള എന്നോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയോ എല്ലാം അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ ഇറക്കി വിടും. ഓക്കെ, സോ അതുകൊണ്ട് ഓർക്കുക, അതായത് അവർ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. ഓക്കെ, കാര്യം അങ്ങനെ ചെയ്തത് കാരണം മാത്രമേ എനിക്കിപ്പോൾ അവർ എന്നെ ഇറക്കി വിടും. നിങ്ങൾ നോക്കി പോകണമെങ്കിൽ എനിക്ക് കേരള എന്ന് കൊടുത്ത് സോറി നമ്മളിതിന് ആപ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട്. സോ അവർക്ക് ആ ഒരു സിറ്റിയിൽ ഏതെങ്കിലും ആണ് അവർ നോക്കിയത്, മനസ്സിലായില്ലേ? സോ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ കേരളം അല്ലെങ്കിൽ അതിനകത്ത് കൊടുക്കുന്നില്ല, സിറ്റി നമ്മുടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരെണ്ണം തന്നെ സെലക്ട് ചെയ്തിട്ട് അങ്ങ് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇപ്പോൾ ഇത് കണക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അവിടെ 20 പോയിൻറ്റ്സ് അവർ ചുമ്മാ തരും. മീൻസ് നമ്മൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്തതല്ലേ മക്കളെ, എന്നാൽ പിടിച്ചോ എന്നും പറഞ്ഞു വെച്ചും അവർ നമുക്ക് ആ ഒരു 20 പോയിൻറ്റ്സ് ചുമ്മാ തരും. ഓക്കെ, സോ അങ്ങനെയും ഒരു ബെനിഫിറ്റ് ഇവിടെ ഉണ്ട്, അത് മനസ്സിലാക്കിക്കോ. സോ ഇത് കാണാൻ പറ്റും, എനിക്കിപ്പോൾ 220 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും സർവേസ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ സർവേ കംപ്ലീറ്റ് ആക്കുക. മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സർവേ അങ്ങ് പോകും. അതും കൂടി ഒന്ന് ഓർക്കുക കേട്ടോ. സർവേ അല്ലെങ്കിൽ പോകും, വരുമ്പോൾ തന്നെ അങ്ങ് നേരെ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതാണ് നല്ലത്. കുറച്ച് കഴിയുമ്പോൾ സർവേ അങ്ങ് പോകും. പിന്നെ അടുത്ത സർവേ വരുമ്പോഴും പിന്നെ നിങ്ങൾ പിന്നത്തേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ സർവേ അങ്ങ് പോകും. അത് ഓർത്ത് വെക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, അതാകണ്ട നമുക്ക് ആ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 20 പോയിൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് മീൻസ് അറ്റൻഡ് ചെയ്തതിന് നമുക്ക് കിട്ടി. ആൻഡ് പിന്നെ ന്യൂസിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ ഡെയിലി ഇപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോഴൊന്നും അവിടെ എങ്ങും ഒന്നുമില്ല, ആക്ച്വലി ഒന്നുമില്ല. പിന്നെ പ്രൊഫൈൽ സർവേയിൽ വന്നിട്ടില്ല, എന്തെങ്കിലും സർവേ വരുമ്പോൾ നിങ്ങൾക്ക് ആ സർവേ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ന്യൂസൊക്കെ കമ്മിങ് സൂണാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നുമില്ല. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറാണ്. നമുക്ക് കൂട്ടുകാരെയൊക്കെ റഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അതും ആക്ച്വലി നല്ലൊരു ഓപ്ഷനാണ്, എന്നാൽ അത്രത്തോളം വലിയൊരു ഓപ്ഷനൊന്നും അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ റഫറിൻ്റെ ഓപ്ഷൻ എത്ര 6ാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, റഫർ എന്ന് പറഞ്ഞിട്ട്. സോ ആ റഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പോയിൻറ്റ്സേ ഉള്ളൂ, വലിയ കുറേ പോയിൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് 10 പോയിൻറ്റ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അതായത് നിങ്ങളൊരു കൂട്ടുകാർ റഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരാളെ റഫർ ചെയ്യുമ്പോൾ അവനൊന്നും കിട്ടാൻ പോണില്ല. ഓക്കെ, പക്ഷെ അവന് 200 സൈനപ്പ് ബോണസ് കിട്ടും, അല്ല അവനൊന്നും കിട്ടാൻ പോണില്ല. പക്ഷേ നിങ്ങൾക്ക് 10 കോയിൻസ് കിട്ടും, വെറും 10 കോയിൻസാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കുറേ പേരൊക്കെ റഫർ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, അല്ല വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ടും സർവേ ആണ്. 300 പോയിൻറ്റ്സിൻ്റെ സർവേ ആണ് ഇപ്പം വന്നിട്ട് പോയത്. സോ നല്ല പോയിൻറ്റ്സിൻ്റെയൊക്കെ സർവേസ് വരും. ആ സർവേസ് അങ്ങ് അറ്റൻഡ് ചെയ്യുക, ക്യാഷ് ഏൺ ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. മെയിനായിട്ട് അതാണ്, സർവേ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സോ റഫർ ചെയ്യണമെങ്കിൽ റഫർ ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ കാണാൻ പറ്റും സൈനപ്പ് ബോണസ് 200 പ്ലസ് നമ്മൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്തതിൻ്റെ 20, അല്ലാതെ നേരെ ചെയ്തിരുന്നെങ്കിൽ 300 കിട്ടിയേനെ. ഇനി റെഡീം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏൺ ചെയ്ത ക്യാഷ് റെഡീം ചെയ്യാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസാണ്. 1, 2, 3 അല്ല,
ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാനായിട്ട്. മെയിനായിട്ടും അജിയോ അല്ലെങ്കിൽ ആമസോണിലോട്ടൊക്കെ ആമസോണിൽ പിന്നെ ഫ്ലിപ്കാർട്ടിലോട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാനായിട്ട് പറ്റും. ഈ സൊമാറ്റോ അങ്ങനെയൊക്കെ ഉണ്ട്, സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. സോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് ആമസോൺ തന്നെ ആയിരിക്കും. ആമസോൺ പേയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഷോപ്പ് ചെയ്യാം അല്ലെങ്കിൽ റീചാർജ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് പറ്റും. സോ ആമസോൺ തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. പിന്നെ വിഡ്രോ അടിക്കാൻ നേരത്ത് പറയാൻ നേരത്ത് മിനിമം നിങ്ങൾക്ക് വേണ്ടത് 1000 പോയിൻറ്റ്സ് ആണ്. 1000 പോയിൻറ്റ്സ് വെച്ചാൽ 100 രൂപയാണ്. 1000 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 1000 വെച്ചാൽ വിഡ്രോ അടിക്കാൻ ഒക്കത്തില്ല. ഒരു 1040 1050 വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ടാണ് 2040 2080 അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് 2000 വിഡ്രോ അടിക്കാൻ വരുന്നത്, അതായത് 200 രൂപ. എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ വിഡ്രോ അടിച്ചു. വിഡ്രോ അടിച്ച് അവന് പേയ്മെൻറ്റും കിട്ടി. ആൻഡ് ആ ഒരു പേയ്മെൻറ്റ് കിട്ടുന്നതും ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടിയ കാര്യം നമ്മൾ അറിയത്തില്ല. ഇപ്പോൾ തന്നെ വേണ്ട കുറേ പേര് പറയും പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന്. വീഡിയോ ഫുള്ള് കാണാത്തതുകൊണ്ടാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വിഡ്രോ അടിച്ച് അവൻ്റെ സ്ക്രീൻ റെക്കോർഡാണ് ഈ കാണിക്കുന്നത്. റെഡീം ഹിസ്റ്ററി നോക്കുമ്പോൾ കണ്ട 2000 കോയിൻസ് വിഡ്രോ അടിച്ച്. അത് സക്സസ് ആയി, പച്ച കളറിൽ വന്നിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കോഡൊന്നും മെയിലും ഒന്നും വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ പോലും വന്നില്ല ഇത് റെഡീം ചെയ്തെന്ന് പറഞ്ഞിട്ട്, മീൻസ് സക്സസ് ആയെന്ന് പറഞ്ഞിട്ട്. നമ്മളെടുത്ത് നോക്കണം, അപ്പം കാണാൻ പറ്റും. കണ്ടത് അവിടെ കോഡ് വന്നിട്ടുണ്ട്. ആരോല് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കോഡ് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു കോഡ് കോപ്പി ചെയ്ത് നമ്മൾ ക്ലെയിം ചെയ്യണം. അല്ല അവർ പറയത്തൊന്നുമില്ല, വേണമെങ്കിൽ ഒന്ന് നോക്കി എടുത്തോളാം. മനസ്സിലായില്ലേ? 1 മാസം ആണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടാനുള്ള ടൈം. 1 മാസത്തിനുള്ളിലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. വരുമ്പോൾ നേരെ അത് കോപ്പി ചെയ്യുക, നേരെ നമ്മൾ ആമസോണിലോട്ട് പോവുക. ആമസോൺ അറിയാമല്ലോ, റെഡീം കോഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഗിഫ്റ്റ് കോഡ് ആഡ് ചെയ്യുന്നത്. നേരെ പോവുക, അവിടെ നമ്മുടെ കോഡ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ കോഡ് അവിടെ ആഡ് ചെയ്യുവാണ്, പേസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ ആഡ് യുവർ വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ 200 രൂപ നമ്മുടെ ആമസോണിൽ വന്നിട്ടുണ്ട്. ഇനി എന്താ സിമ്പിൾ, അത് വെച്ച് റീചാർജ് ചെയ്യാം, ഷോപ്പിംഗ് ചെയ്യാം, എന്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. സോ മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാഷും കാലൊക്കെ എൻ ചെയ്യുക, വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.